ഇന്നലെ വലിയ തോതിൽ വൈറലായ ചർച്ചയായ ഒരു വാർത്തയാണ് തൃശൂർ വടക്കാഞ്ചേരിയിൽ കുറെ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിൽ കയറാൻ ചെന്നപ്പോൾ അവരെ ബസ്സിൽ കയറ്റാതെ പോയ ഒരു വാർത്ത. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. കണ്ടക്ടർ അവരോട് കയറണ്ട എന്ന് പറഞ്ഞത്, നിസ്സഹായരായിട്ട് ആ വിദ്യാർത്ഥികൾ അവിടെ നിന്നതും കൂപ്പുകൈയോടുകൂടി അദ്ദേഹത്തിനോട് അപേക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. ഈ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു? ഇപ്പൊ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നത് ശരിയാണ്. അവരുടെ ഭാഗത്തു നിന്ന് പറയാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും, അവരും നഷ്ടത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറ്റാതിരുന്നത് കൊണ്ട് അവർക്കെല്ലാം അങ്ങ് റെഡിയായോ? ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ആ കുട്ടി ആ കൈകൂപ്പി തൊഴുതുകൊണ്ട് കണ്ടക്ടറോട് അപേക്ഷിച്ച് ആ കുട്ടി പറയുന്നത്, ഞങ്ങൾ നിന്ന് പൊയ്ക്കോളാം ചേട്ടാ, ബസ്സിൽ നിന്ന് പൊയ്ക്കോളാം, ഇരിക്കില്ല എന്ന് പറഞ്ഞത്. എന്തൊരു കഷ്ടമാണ്. ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന കുട്ടികളാണ് അവർ, കൃത്യസമയത്ത് വീട്ടിലെത്തണ്ടേ അവർക്ക്. പഠിക്കുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികത്തിന് വേറൊരു മാർഗവുമില്ല, വീട്ടുകാരെ അമിതമായിട്ട് സാമ്പത്തികത്തിന് വേണ്ടി ആശ്രയിക്കാൻ പറ്റില്ല. സ്റ്റുഡൻസിന് അവരുടേതായിട്ടുള്ള ഒരു സ്വാശ്രയത്വം വേണം. അതിന് സർക്കാർ കൊടുക്കുന്ന ഒരു പിന്തുണയാണ് ഈ സ്റ്റുഡൻസ് ടിക്കറ്റ് ഒക്കെ, അല്ലെങ്കിൽ കൺസെഷൻ കാർഡുകളൊക്കെ. അതിനൊക്കെ മാനിക്കേണ്ട ബാധ്യത സ്വകാര്യ ബസ്സുകൾക്കാണെങ്കിലും സർക്കാർ ബസ്സുകൾക്കൊക്കെ ആണെങ്കിലും ഉണ്ട്. ഈശ്വരാ, ഇനി കുറെ കാലത്തേക്ക് എനിക്ക് ഉത്സവകാലമായി.